ഗ്രോത്ത് ടോക്സ് ജി ടോക്ക് വിത്ത് നിസാം. അപ്പോൾ ഇന്ന് ജി ടോക്കിൽ നമ്മൾ ഗസ്റ്റായിട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്തത് എനിക്ക് പേഴ്സണലി ഭയങ്കര കണക്ട് ആയിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ആൾ ബിസിനസ് ഓണറാണ്, ആളൊരു ആപ്ലിക്കേഷൻ ഫൗണ്ടറാണ്, ആൻഡ് ഇപ്പോൾ വേറെ ബിസിനസ് സെഗ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തതിന് റിയൽ എസ്റ്റേറ്റിലൊരു ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ആളെ ഞാൻ ഫസ്റ്റ് ഈ ഒരു ആശയം തുടങ്ങിയ ടൈമിൽ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു ആളെ വിളിച്ചൊരു ടോക്ക് ഇടണം. ബിക്കോസ് ഓഡിയൻസിന് ഒരുപാട് അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഈ ആളെടുത്തുണ്ടാവും. മേ ബി ലൈക്ക് ഏതൊരു കുട്ടീൻ്റെ അടുത്ത് നമുക്ക് പഠിക്കാൻ ഒരുപാട് കാര്യം ഉണ്ടാവുമല്ലോ, അതുപോലെ ഇതിലുണ്ടാവും. സോ ജി ടോക്കിലേക്ക് ഞാൻ ഫസ്റ്റായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്ന എൻ്റെ ഗസ്റ്റ് ലുക്മാൻ. യെസ്, ഹിയർ ലുക്മാൻ ജി ഇവിടെ ഉണ്ട്. ലുക്മാൻ ജി, എന്താണ് ഹാല്? എൻ്റെ ജി ടോക്കിനെ പറ്റി പറഞ്ഞിട്ട് എന്താ നിങ്ങളുടെ അഭിപ്രായം? എങ്ങനെയുണ്ട് ഈ ഒരു സെഗ്മെൻറ്റ്? ഇത് ഇഷ്ടമായോ? ഇഷ്ടമായി. സെഗ്മെൻറ്റ് കുറേ ആൾക്കാർക്ക് അറിയാത്ത ആൾക്കാർ നമ്മൾ പുറത്തു പറഞ്ഞാൽ നല്ലതല്ലേ? ഒരുപാട് ആൾക്കാർ ബിസിനസ് ഓണേഴ്സ് കുറേ ചെയ്യുന്ന ആൾക്കാരുണ്ട്, പല കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും തോന്നുന്നതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്ന് ഡയലോഗ് അടിക്കണമെങ്കിൽ മാത്രമാണോ നല്ല ബിസിനസ് ഓണേഴ്സ്? ഒരിക്കലല്ല. അത് സോഷ്യൽ മീഡിയേൻ്റെ കാര്യങ്ങൾ അറിയുന്ന ആൾക്കാർ മാത്രമാണ് ആ രീതിയിൽ കയറിയിട്ടുള്ളൂ. അപ്പോൾ അതല്ലാതെ നല്ല നല്ല ബിസിനസ് ഫൗണ്ടേഴ്സ് ഉണ്ട്, അവരുടെ അടുത്ത് നിന്നുള്ള ഇൻസൈറ്റ് ആൾക്കാർക്ക് എത്തണം, അത് മസ്റ്റാണ്. അപ്പോൾ അത് ഇന്ന് ലുക്മാൻജി നല്ല വൃത്തിക്ക് ചെയ്യും. നമുക്ക് നോക്കാം ഏത് രീതിക്ക് ആൾക്കാരുടെ അടുത്ത് നിന്ന് എത്തുന്നുള്ളത്. സോ യെസ്, ഇത് ഭയങ്കര ഒരു കൈൻഡ് ഓഫ് ഒരു ഇൻഫോർമലായി കണ്ടുള്ളൊരു ടോക്കാട്ടോ. ഭയങ്കര ഫോർമൽ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസോ നിങ്ങൾ കാണുന്ന നിങ്ങളുടെ കമ്പനിയുടെ ഗ്രോത്ത്, നിങ്ങൾ വിഷൻ എന്താണ് സെറ്റ് ചെയ്തത്, അങ്ങനെയൊന്നുമല്ല. ഭയങ്കര ഇൻഫോർമലായിട്ട് നമ്മൾ സംസാരിക്കുന്നത് കുറച്ച് കാര്യങ്ങളെ പറ്റി, കാഷ്വലായിട്ട്, ഭയങ്കര കാഷ്വലായിട്ട്. അതിൽ നിന്ന് നിങ്ങളുടെ ഉള്ളിലുള്ള എസെൻസ് ആണ് കിട്ടണം. ചിലർ പറയും പൈസ കൊടുത്താൽ മാത്രം 10,000 രൂപ തന്നു കഴിഞ്ഞാൽ എൻ്റെ എസെൻസ് തരാൻ പറഞ്ഞാൽ അങ്ങനെയല്ല. ഫ്രീ ആയിട്ട് എസെൻസ് കൊടുക്കാൻ റെഡി ആണെങ്കിൽ ആൾക്കാർ ഏറ്റെടുക്കാനും റെഡിയാണ് അവിടെ. ഈ 1.5 കോടിയൊക്കെ കടം വന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ കടം വന്നത് എത്ര ആയിക്കോട്ടെ, ചെറിയ കടം ഇപ്പോൾ ഇത് കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ വേറെ 10 ലക്ഷം കടം ഉണ്ടാവും, 5 ലക്ഷം കടം ഉണ്ടാവും. ഈ കടം വന്ന ഒരാൾ അത് പുറത്ത് അത് കാണിക്കാൻ പാടുണ്ടോ? അങ്ങനെ എത്ര കടം എനിക്ക് ഉണ്ട് എന്നുള്ളത് ഒരിക്കലും കാണിക്കാൻ പാടില്ല. നിങ്ങൾ പഠിച്ച പാടാണ്. വൈ? അതിൻ്റെ കാരണം പുതിയ ഓപ്ഷൻസ് ഒന്നും വരില്ല, അതന്നെ. നോട്ട് ദ പോയിന്റ്. സത്യം. അതായത് നമ്മൾ എവിടെ നിൽക്കണം, നമ്മൾ പൊട്ടി നമ്മൾ കറണ്ട് ലൊക്കേഷനിലൊക്കെ നമ്മൾ ചിലപ്പോൾ നമ്മൾ എത്ര ഇപ്പോൾ കാണിക്കണ്ടെന്ന് വിചാരിച്ചാലും എന്ത് ചെയ്യും, അതറിയും. സ്വകാര്യമായിട്ടെങ്കിലും എന്ത് ചെയ്യും, നമ്മളെ മാറ്റങ്ങൾ എന്ത് ചെയ്യും, അവരറിയും. അപ്പം നമ്മൾ മറ്റുള്ള ലൊക്കേഷനിലെങ്കിലും എന്ത് ചെയ്യണം, നമ്മൾ അവിടെ നിന്ന് ചേഞ്ച് ആയിട്ട് നമ്മൾ എവിടെയാണോ പ്രവർത്തിക്കുന്നത് അവിടെയെങ്കിലും നമ്മൾ കാണിക്കാണ്ടിരിക്കുക. സത്യം. എന്നിട്ട് വേറെ ലൊക്കേഷനിലെങ്കിലും പോയിട്ട് നമ്മൾ ഇതിനെ ബിൽഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പ്രശ്നങ്ങൾ അപ്പോൾ പുറത്ത് കാണിക്കണ്ട. സത്യം. അതായത് ഇപ്പോൾ കടം, നമുക്ക് ഇത്ര കടം ഉണ്ടെന്നുള്ള ജസ്റ്റ് കടത്തിൻ്റെ ഇതെടുക്കുക. കടം ഇത്ര കടം ഉണ്ടെന്ന് പുറത്ത് കാണിച്ചാൽ തന്നെ അടുത്ത അത് സെറ്റ് ചെയ്യുന്ന കാര്യത്തെ ചിന്തിക്കാനുള്ള സമയം പോലും ഉണ്ടാവില്ല. ആൾക്കാർ വന്ന് ഫുൾ ഇടങ്ങാറാക്കിക്കൊണ്ട് നിൽക്കും. അതല്ലാന്നുണ്ടെങ്കിൽ പുതിയ ഓപ്പർച്യൂണിറ്റി തരണമെന്ന് വിചാരിച്ച ആൾക്കാർ അത് ക്യാൻസൽ ചെയ്യും. ഓന് പോയിട്ടുണ്ട്, പാളീസായിട്ടുണ്ട്, ഞാൻ എൻ്റെ അടുത്ത് കണക്ട് ചെയ്തിട്ട് കാര്യമില്ല, ഓപ്പർച്യൂണിറ്റീസ് ബ്ലോക്ക് നിങ്ങൾ പറഞ്ഞ മാതിരി. അത് സത്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് അന്ന് അത്രയും ഇത് വന്നിട്ട് നിങ്ങൾ പുറത്ത് കാണിച്ചില്ല. ഒരു 80% കാണിച്ചിട്ടില്ല. 20% ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരടുത്ത് കാണിക്കും. എന്തായാലും അവർ കാണും, നമ്മളെ ലൈഫ് സ്റ്റൈല് മാറുമ്പോൾ കാണും. സത്യം. അപ്പോൾ നമുക്ക് കാണിച്ചില്ലെങ്കിൽ ഒരുപാട് പുതിയ നമ്മൾ എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, കൊണ്ടുവരാൻ കഴിയും. അതിന് ഫണ്ട് വേണമെങ്കിൽ എന്ത് ചെയ്യണം, കാണിക്കാണ്ടിരിക്കണം. അതിലൂടെ നമുക്ക് പിടിച്ച് കയറാനേ നമ്മൾ ഒരു പിടുത്തെങ്കിലും നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, ബാലൻസ് വെക്കണം. ഒരു വള്ളിയെങ്കിലും വേണം. ഒരു വള്ളിയെങ്കിലും വേണം പിടിച്ച് കയറാനേ. പൊട്ടണം അല്ലെങ്കിൽ വൻ സക്സസ് ആവണം. ഈ 2 ടൈമിലും ആളുകളുടെ റിലീജിയസ് ബിലീഫ് ഉണ്ട്, അത് ഭയങ്കര കൂടുതലേക്കാരം. ഒന്നെങ്കിൽ അങ്ങനെ അട്ടപ്പടലും മൂഞ്ചി പൊട്ടിപ്പാളിച്ചായി നിൽക്കുന്ന സമയത്ത് വേറെ ഒരു മനുഷ്യനുണ്ടാവും ഒപ്പം. അപ്പോൾ പടച്ചവനോട് വിളിക്കും, ദൈവത്തെ കൂട്ടുപിടിക്കും. പടച്ചവനെ മാത്രമേ ഉണ്ടാവുള്ളൂ, പിന്നെ അവർ മാത്രമേ ഉണ്ടാവുള്ളൂ. വൻ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാലും വൻ സക്സസ്ഫുൾ ആയി കുറേ പൈസ വന്നാൽ അതിന് ഗ്രേറ്റ്ഫുൾ ആവുന്ന സിറ്റുവേഷൻ കണ്ടിട്ടുണ്ട് കുറേ ആൾക്കാർ. അധികം ബിസിനസ് ഓണേഴ്സും അവർ നിസ്കാരവും കാര്യങ്ങളും അല്ലെങ്കിൽ അവരെ ഏതാണോ റിലീജിയൻ ആ റിലീജിയൻ്റെ പ്രാക്ടീസ് ഭയങ്കരമായിട്ട് ചെയ്യുന്നവർ. കാരണം കുറേ അതിന് ഗ്രേറ്റ്ഫുൾ ആവുക എന്നുള്ള തോട്ടിൽ ഇതിൻ്റെ മിഡിൽ ഓടുന്നവരാണ് പ്രശ്നം തോന്നുന്നത്. തീരെ റിലീജിയസ് തോട്ടില്ലാണ്ട് കുറേ ആൾക്കാർ ആർക്കും നമ്മളിപ്പോൾ സപ്പോർട്ടിനുണ്ടല്ലോ എന്നുള്ള ധാരണ ഓടുന്നതുകൊണ്ടേ കാര്യം ചിലപ്പോൾ നമ്മൾ സജസ്റ്റ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഫാമിലി ബിസിനസ് റൺ ചെയ്യുന്നുണ്ടാവല്ലോ, അപ്പൻ്റെ ബിസിനസ് നേരെ മോനെ ഏറ്റെടുക്കുന്ന പരിപാടി. അതിൽ നമ്മൾ പറഞ്ഞത് ഇത്ര നല്ല പരിപാടി ഇല്ലയെന്ന് പറയും. അപ്പോൾ ചിലർ ചോദിക്കും എന്താണ് ബിസിനസ് അല്ല, അപ്പൻ്റെ ബിസിനസ് അല്ല, നമുക്ക് എടുക്കാം. പക്ഷേ ആ ഒരു ഫാമിലിയിൽ അത്താണി ഒറ്റ റവന്യൂ സ്ട്രീം ആവൽ കുറച്ച് പ്രശ്നമാണ്. എനിക്ക് തോന്നുന്നു ദീനിൽ ഇസ്ലാമിലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ജസ്റ്റ് ബേസിക് ഫിനോമിനാണ്. നമ്മൾ ഒരു കാറിലൊരു കുടുംബം മൊത്തം സഞ്ചരിക്കരുതെന്ന് പറയുന്നുണ്ട്. ആ കാറിന് എന്തെങ്കിലും അപകടം പറ്റിയ ആ കുടുംബം മൊത്തം തീർന്ന്, ആ കുടുംബത്തിന് അടിത്തറ പോയി. അതേപോലെ ഒരു ബിസിനസ്സിൻ്റെ തണലിൽ ഒരു കുടുംബം മൊത്തം റൺ ചെയ്യരുത്. വേറെ വേറെ റവന്യൂ സ്ട്രീംസ് ഉണ്ടാക്കണം. അതായത് ഫണ്ട് ഇപ്പം വാപ്പൻ്റെ ഒരു ബിസിനസ്സാണെങ്കിൽ മോൻ വേറെ ബിസിനസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടി നോക്കണം. 2ാമോ 3ാമത്തെ മോണ്ടെങ്കിലും ഓനും വേറെ തന്നെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടി നോക്കണം. കാരണം ഇതിലേത് ഒന്ന് നിന്നാലും ബാക്കിയുള്ളതും ഒന്ന്
അവർക്ക് ബാക്കിയുള്ള റവന്യൂ സോഴ്സ് വെച്ച് അവർക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അത് നിങ്ങൾ പറഞ്ഞ കറക്റ്റാണ്. റവന്യൂ സ്ട്രീംസ് ഡിഫറെൻ്റ് ആണ്. പക്ഷേ ബിസിനസ് ചെയ്യുന്നവരെ തളർത്താണ്ടിരിക്കുക, അതാണ് ഏറ്റവും വലിയ നല്ലൊരു കാര്യം. ചെയ്യുന്നവരെന്ത് ചെയ്യുക, അതിൻ്റെ വൈക്ക് എന്ത് ചെയ്യുക, വീട് പലരും പല ഇത് കൊളാക്കരുത് അതെ. അങ്ങനല്ല, ഇപ്പോൾ ചെറിയ സംഭവമായിരിക്കാം, വലുതായിരിക്കാം. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആയിരിക്കില്ല അവരെ മൈൻഡ് സെറ്റിൽ ഉണ്ടാവില്ലേ. പലരും ഇപ്പോൾ ഒരു ഉദ്ദേശം ഇല്ലാണ്ട് ഒരാളും ഒരു ബിസിനസ് എന്ത് ചെയ്യില്ല, ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് ആരും ഒന്നും ചെയ്യില്ല. അപ്പോൾ അവരെന്ത് ചെയ്യുക, നമ്മൾ ഹെൽപ്പ് ചെയ്തില്ലെങ്കിലും മിണ്ടാണ്ടിരുന്നാലും എന്ത് ചെയ്യുക, നമ്മൾ സൈലൻ്റ് ആയിട്ട് ഇരിക്കുക, ഇടങ്ങാറാക്കാണ്ടിരിക്കുക, അത്ര തന്നെ. സത്യം. ആ ഇടങ്ങാറാക്കലോണ്ട് പൂട്ടി പോകുന്ന ബിസിനസ് പല ആളുകളും ഇതുണ്ട്. അതുകൊണ്ട് മാനസികമായിട്ടും പല രൂപത്തിലും ഒരു ബിസിനസ് ചെയ്യുമ്പോൾ പല സ്ട്രഗിളും ഉണ്ടാവും. അപ്പോൾ ഇതും കൂടെ ആകുമ്പോൾ എന്ത് ചെയ്യും, അവർക്കത് കൊണ്ടുനടക്കാൻ പ്രയാസം ഉണ്ടാവും. അപ്പോൾ പുറത്തു നിന്നിട്ട് എന്ത് ചെയ്യുക, കണ്ടിട്ട് മിണ്ടാണ്ടിരിക്കുക. നമുക്കത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കണ്ടിട്ട് മിണ്ടാണ്ടിരിക്കുക. അവർ പോണ വഴിക്ക് എന്ത് ചെയ്യുക, അവരെ വിടുക. അതന്നെ മെയിനായിട്ട്. നിങ്ങളാരെ ഇടങ്ങാറാക്കാൻ ആരൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെയല്ല, ചിലപ്പോൾ അത് പല രൂപത്തിലായിരിക്കും. ഒരു ബിസിനസ് ചെയ്യുന്ന ആൾ എന്തായാലും പല ഉദ്ദേശത്തിലായിരിക്കും എന്ത് ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ റൂട്ട് മാറുമ്പോൾ പ്ലാനൊക്കെ മാറ്റിയിട്ട് പല രൂപത്തിലും ഇതിനെ റൺ ചെയ്താൽ പല രൂപം നോക്കും. അപ്പോൾ ആ സമയത്ത് കാണുന്നവർക്ക് എന്ത് ചെയ്യും, അത് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് വരും. പക്ഷേ ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, കറക്റ്റ് ഒരു പ്ലാൻ ഉണ്ടാവും ഇതിനെ എവിടെയെങ്കിലും എത്തിക്കാനോ. പല പ്ലാനിലായിരിക്കും ഈ ഒരു ബിസിനസ് കൊണ്ടുപോകുന്നത്. അയാൾ എത്തിച്ചോളും. കാണുന്ന നമ്മളെന്ത് ചെയ്യണ്ട, ഇടങ്ങാറാവണ്ട. അത് നല്ലൊരു ഇൻസൈറ്റ് ഉണ്ടോ. ശരിയല്ലേ, വെറുതെ ഇടങ്ങാറാവില്ല ബാക്കിയുള്ളവൻ്റെ ജീവിതം കണ്ടിട്ട് നമ്മൾ നാളെ ഓൻ എങ്ങനെ ജീവിക്കണം, ഓൻ്റെ ബിസിനസ് എങ്ങനെ റെഡി ആവണമെന്ന് ആലോചിച്ചിട്ട് അത് പിന്നെ താഴോട്ട് പോയാലും പ്രശ്നമാണ്. അവൻ തുടങ്ങിയിട്ടല്ലേ ഉയർച്ചയിലെത്തിയാലും എന്തോ പഠിച്ചവൻ്റെ വായം കൊണ്ട് എന്ത് ചെയ്ത് പഠിച്ചവനാകൊണ്ടില്ല കള്ളക്കടത്ത് നടത്തി. കള്ളക്കടത്ത് അത് വേറെ. പക്ഷെ എങ്ങനെയൊക്കെയോ ചിലർ സക്സസ് ആയി വേറെ എന്തോ കാട്ടിയിട്ട് എന്ത് ചെയ്തു, ഇങ്ങനെയൊക്കെ രക്ഷപ്പെട്ട്. അപ്പോൾ ലുക്മാൻജി പറഞ്ഞ മെയിൻ പോയിന്റ്, നിങ്ങൾ ഹെൽപ്പ് ചെയ്തില്ലെങ്കിലും വേണ്ടില്ല, ബിസിനസ്സുകാരെ തളർത്താണ്ടിരിക്കുക. വെറുതെ ഓരോ കാര്യത്തിൽ ഇടങ്ങേറാവരുത്. ഓരോ കാര്യം നോക്കാൻ ഓൽക്കറിയാം അല്ലേ, ബിസിനസ്മാൻ്റെ കാര്യം നോക്കാൻ ഓൻക്കറിയാം. അത് മാത്രമല്ല, ഇപ്പോൾ ഒരുപാട് ബിസിനസ്സുകാർ കേരളത്തിലുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ കേരളം എന്ത് ചെയ്യും, രക്ഷപ്പെടും. എക്കണോമി അതൊക്കെ വരും. അതൊക്കെ ഒരു റിയലാണത്. അതെ, യെസ്. ഓൺട്രപ്രണറിയൽ മൈൻഡ് സെറ്റ് ഉള്ള ഒരാൾക്ക് എവിടെ ചെന്നാലും ഓൺട്രപ്രണർ ആയേ പറ്റൂ. ചിലവർ നമ്മളെ അറിയുന്നവർ എന്ത് ചെയ്യും, ഒരു വട്ടം പൊട്ടി കഴിഞ്ഞാലൊക്കെ നമ്മൾ ഓൾറെഡി അവർ പറയും എന്ത് ഇനി വെറുതെ നിർത്തിക്കൂടെന്നൊക്കെ പല ആളുകളെ മനസ്സിൽ നമ്മളോട് ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ ഈ മൈൻഡ് സെറ്റ് ഉള്ളവർ ഒരിക്കലും എന്ത് ചെയ്യില്ല, പിന്മാറില്ല. അവരിങ്ങനെ അവരെ അറിയിക്കാണ്ടെങ്കിലും സ്വകാര്യമായിട്ടെങ്കിലും എന്ത് ചെയ്യും, പുതിയത് ഇങ്ങനെ തപ്പിക്കൊണ്ട്. ബിസിനസ്മാൻ ഈസ് ഓൾവേസ് എ ബിസിനസ്മാൻ. അത് എത്ര പൊട്ടിയാലും ആൾക്ക് ബിസിനസ്സിനെ പറ്റുള്ളൂ. അത് ആരെന്ത് ഉപദേശിച്ചാലും അവരെ മൈൻഡിൽ നിന്ന് എന്ത് ചെയ്യില്ല, ഈ ഒരു ബിസിനസ് മെന്റാലിറ്റി ഒരിക്കലും പോവില്ല. അത് കുടുംബക്കാരും ആര് പറഞ്ഞാലും ഓൾക്ക് പറയാൻ സുഖമാണ്, എന്ത് പൊട്ടിയില്ല ഇനി പണിക്ക് പോയിക്കൂടെന്ന് അത് പറയാൻ സുഖം. പക്ഷെ അതായത് ഇപ്പോൾ മേ ബി ഫണ്ട് ജനറേറ്റ് ഉണ്ടാവില്ല, അതെല്ലാം ചിലപ്പോൾ ലോസിലേക്കാണ് പോകുന്നത്. പക്ഷേ രാത്രി പോയിട്ട് ഉറങ്ങാനുള്ളൊരു സമാധാനം ഉണ്ടല്ലോ. അതായത് ഈവൻ ഞാൻ സ്റ്റിൽ ഫെയിലിയർ ആയി പോകുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പ്രോഫിറ്റ് കിട്ടുന്നില്ലെങ്കിൽ കൂടി റിസ്ക് ഉണ്ടെങ്കിൽ കൂടി ഞാൻ റൺ ചെയ്യുന്നത് ബിസിനസ്സാണ്, ഐ എം എ ബിസിനസ് മാൻ എന്നുള്ളൊരു തോട്ടുണ്ടല്ലോ. അതുണ്ടെങ്കിൽ ഉറങ്ങാൻ പറ്റുന്ന കുറേ ആൾക്കാരുണ്ട്. ഓൾക്ക് എത്രക്കാരൊക്കെ എന്ത് പറഞ്ഞാലും ഓൾക്ക് എന്തുണ്ട്, ബിസിനസ് പരിപാടി ബിസിനസ് നടത്താൻ പറ്റുള്ളൂ. അതിപ്പോൾ ചിലർ പറയും 1 ലക്ഷം രൂപ മാസം സാലറി തരാം, ഞാൻ പണിക്ക് പോയിക്കോ എന്ന് പറയും. പക്ഷേ ഇപ്പുറത്ത് ബിസിനസ് റൺ ചെയ്ത് നമുക്ക് 10,000 മാസം കിട്ടുന്നുള്ളൂ. പക്ഷേ ആ ബിസിനസ് റൺ ചെയ്യും. അതിന് ഫണ്ടിന് വേണ്ടിയിട്ടല്ല, അതിൻ്റെ അപ്പുറത്ത് വേറെ കുറേ കാര്യമുണ്ട് ബിസിനസ് മാൻ എന്നുള്ള സെഗ്മെൻറ്റിൽ. നിങ്ങൾക്ക് ആ ഒരു തോട്ടിൽ അവിടെ വർക്ക് ചെയ്യും. സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഇന്ന് രാത്രി സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ബിസിനസ് ഓൺട്രപ്രണേഴ്സിൻ്റെ ഫസ്റ്റ് ഡിസ്കഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എന്ത് പുതിയ ഐഡിയ എടുക്കും, നാളെ എന്ത് പുതിയ ഐഡിയ എടുക്കും, ഇതെങ്ങനെ പുതിയ സ്ട്രാറ്റജി കാരണം ബിസിനസ് റൺ ചെയ്ത് കുറച്ചുകൂടെ വന്നാൽ പിന്നെ നാളത്തെ ചിന്ത പൈസനെ കുറിച്ച് കാരണം. നാളെ ഇത്ര പൈസ ഉണ്ടാക്കാണ്ട്, ഇത്ര കോസ്റ്റ് എടുക്കണം, ഇത്ര റെൻ്റ് എടുക്കണം, ഇത്ര സാലറി എടുക്കണം. ഇത് 10,000 രൂപയുടെ ഇപ്പോൾ മേ ബി സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ നമുക്കൊരു 20,000 റുപ്പീസൊക്കെ സാലറി എടുക്കേണ്ടാവും. അപ്പോൾ നാളത്തേക്ക് എങ്ങനെ സെറ്റ് ചെയ്യുന്നുള്ള ഇടങ്ങാറ് കാരണം. ഇതൊരു 3-4 മാസം കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കും 4 മാസം കഴിഞ്ഞാൽ പ്രശ്നം തീരുന്നു. പക്ഷേ ഈ 4 മാസം കഴിഞ്ഞാൽ അവൻ്റെ പ്രശ്നം 4 ലക്ഷം ആൾക്കാർക്കും. അതായത് ആദ്യം 10,000 മാസം കൊടുക്കാണ്ട് ഒരു 4-5 മാസം കഴിഞ്ഞ് നമുക്ക് 4 ലക്ഷം അടുത്ത ദിവസമൊക്കെ ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ ജസ്റ്റ് ഒരു ഫിലോസഫി ഉണ്ട്. അതായത് ഫോക്കസ് ടു മേക്ക് ബിഗ് പ്രോബ്ലംസ്, വലിയ പ്രോബ്ലംസ് ഉണ്ടാക്കുക. കടം വന്നെന്ന് കരുതിയിട്ട് ഹാപ്പിനെസ് പാടില്ല എന്നുള്ള റൂൾ ഒഴിവാക്കണം. ഈ സിനിമയിൽ നിന്ന് വന്നിട്ടുള്ള തോട്ട് പ്രോസസ്സ് ഉണ്ട്. ഒരാൾക്ക് എന്ത് സ്ട്രഗിൾ പറ്റിയാൽ പിന്നെ ഡിപ്രഷൻ സോങ്ങാണ്, പിന്നെ സോങ് ഇമോഷണൽ സോങ്ങാണ്.
അതിലിങ്ങനെ നടക്കുക, ബീച്ചിൽ കൂടെ നടക്കുക, ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുക. ഇത് സിനിമയിൽ നിന്ന് കണ്ടു വന്നത് ആൾക്കാർ. അപ്പോൾ ആൾക്കാരെ പാറ്റേണിലത് എന്തോന്ന്, ഓക്കെ എനിക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ഞാനും ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കണം, പാട്ട് ഇങ്ങനെ ഡിപ്രഷൻ സോങ് കേൾക്കണം, ബ്രേക്കപ്പ് ആയാൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കണം. ഇത് വേറെ അഡാപ്റ്റ് ചെയ്യണ്. ഇതിനപ്പുറത്തേക്ക് ശരിക്ക് ഒരു എന്തെങ്കിലും സീൻ വന്നു കഴിഞ്ഞാൽ ശരിക്കും എന്താ നല്ല പാട്ട്, ഡാൻസിൻ്റെ പാട്ട് കേൾക്കാൻ പറ്റൂലേ? പറ്റും, ഒരു കുഴപ്പമില്ല. നമുക്ക് ആ മൂഡിക്ക് ഡൈവേർട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഫണ്ട് എന്തെങ്കിലും പൊട്ടി കഴിഞ്ഞ് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാലത്ത് ഇപ്പോൾ ഒരു കുളത്ത് പോയി കുളിക്കൂടെ, കുളിക്കുക, ഒരു കുഴപ്പമില്ല. പക്ഷേ സിനിമയിലേ ഉണ്ടാവില്ല. സിനിമയിൽ നമ്മൾ പൈസ പോയാൽ പിന്നുള്ള ഫുൾ സെൻറ്റി സീനേ കയറും. നമുക്ക് റിയൽ ലൈഫിൽ മാറ്റാലോ. സിനിമയിലെ നായകനായിട്ട് ഞാൻ ഇന്നാണ്ട് അസ്യൂം ചെയ്യണേ. അപ്പോൾ നായകനക്കൊരു കടം വന്നാൽ എങ്ങനെ ഉണ്ടാവും? ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കും, ഇമോഷണൽ പാട്ട് ഇങ്ങനെ കേൾക്കും, സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കും, കണ്ണിന്ന് കരഞ്ഞിട്ട് ഞങ്ങൾ ഈവൻ കരണ വരെ ഞാൻ അഭിനയിക്കാനൊക്കെ നോക്കും. ആ ഒരു മൂഡ് തന്നെ. പക്ഷെ അതിന് ശേഷം റിയാലിറ്റി മനസ്സിലായി, പണിയെടുത്താലേ അത് മാറ്റാൻ പറ്റുള്ളൂ. ഐ മീൻ കടം വന്ന് വെച്ചിട്ട് നമ്മൾ ചിരിച്ച് ഹാപ്പി ആയാൽ മാത്രമേ എനിക്കൊരു സെയിൽ ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ സെയിൽ ക്ലോസ് ചെയ്താലേ എനിക്ക് ഫണ്ട് വരുള്ളൂ. ഫണ്ട് വന്നാലേ എനിക്ക് കടം വിട്ടാൻ പറ്റുള്ളൂ. സോ അതിൻ്റെ അടിത്തറ എന്താ, ഞാൻ ഹാപ്പി ആയാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഐ മീൻ എൻ്റെ ഡോപ്പമിൻ സെക്രീഷൻ നടക്കണം. സോ കടം വന്നാലും ഹാപ്പിനെസ്സിനുള്ള കാര്യം ചെയ്യണം, സന്തോഷിക്കാനുള്ള കാര്യം ചെയ്താൽ എന്നാൽ ഓട്ടോമാറ്റിക്കലി കടം തീർക്കാനുള്ള ഒരു സാധനം തരും.